back to Silent Banking. അങ്ങനെ ഇന്ന് കൺഫ്യൂസിംഗ് വേർഡ്സിന്റെ പാർട്ട് 2 ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. പാർട്ട് 1 ഓൾറെഡി യൂട്യൂബിൽ വന്നു കഴിഞ്ഞു. കാണാത്തവരുടനെ തന്നെ പോയത് കാണാം. മാത്രമല്ല മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബിക്കോസ് ഇനി വരാൻ പോകുന്ന എക്സാംസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ അപ് ടു ഡേറ്റ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഈ ചാനലിലൂടെ ആയിരിക്കും. സോ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് കാണുന്നവരെ ക്ലാസ്സിൽ എന്തൊക്കെ നിങ്ങൾക്ക് ഇനി പഠിക്കാൻ ആഗ്രഹമുണ്ട് അതെല്ലാം വന്ന് എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. സോ കൺഫ്യൂസിംഗ് വേർഡ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, അച്ചീവേഴ്സ് ബാച്ച് ഇവിടെ ലോഞ്ച് ആവുകയാണ്. മാത്രമല്ല 700+ hours ഓഫ് ക്ലാസ്സസ് കിട്ടുന്നുണ്ട്. എങ്ങനെയാണ് 700+ hours ഓഫ് ക്ലാസ്? ഒരു ഡൗട്ടും വേണ്ട. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാം 2024 തുടങ്ങുന്ന ഒരു ബാങ്ക് എക്സാം എന്ന് തീരുന്നുവോ അന്ന് വരെ നിങ്ങൾക്ക് ഈ കോഴ്സിന്റെ വാലിഡിറ്റി ഉണ്ട്. അതും വെറും 5,999 വേണ്ട എല്ലാ സിലബസും ബേസിക്സ് മുതൽ ടോപ്പ് വരെ കവർ ചെയ്ത് കംപ്ലീറ്റ്ലി ഒരാൾക്ക് പഠിച്ചെടുത്ത് പരീക്ഷ ക്രാക്ക് ചെയ്യുന്ന രീതിയിലാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ലൈവ് ക്ലാസ്സസും റെക്കോർഡഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. ലൈവ് ക്ലാസ്സസിൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ മിസ്സിനോട് അല്ലെങ്കിൽ ടീച്ചേഴ്സിനോട് എന്ത് ചെയ്യാൻ പറ്റും, ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. മാത്രമല്ല ഇൻ കേസ് നിങ്ങൾക്ക് ലൈവ് മിസ്സായി പോട്ടെ, കുഴപ്പമില്ല, റെക്കോർഡഡ് ക്ലാസ്സസ് കാണാം. സോ ഇത്രയും നല്ലൊരു പാക്കേജ് ആണ്. ഡോണ്ട് മിസ് ഇറ്റ്. ബിക്കോസ് നമ്മുടെ കയ്യിൽ അധികം സമയമില്ല. നന്നായിട്ട് പഠിക്കുക, പെട്ടെന്ന് തന്നെ കോഴ്സ് പർച്ചേസ് ചെയ്യുക. ഓക്കെ, സോ ഇന്നത്തെ വേർഡ്സിലേക്ക് നമുക്ക് പോകാം. ഫസ്റ്റ് വേർഡ് നോക്കിക്കേ, അക്സെപ്റ്റ്, എക്സെപ്റ്റ്. രണ്ടിന്റെയും പ്രൊനൗൺസിയേഷൻ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്, ബട്ട് മീനിങ്ങിൽ നല്ലോണം ഡിഫറൻസ് ഉണ്ട്, സ്പെല്ലിങ്ങിലും ഡിഫറൻസ് ഉണ്ട്. എന്താണ് അക്സെപ്റ്റ്? ടു ടേക്ക് സംതിങ് ദാറ്റ് സമ്മൺ ഓഫേഴ്സ് യു. ആരെങ്കിലും നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്ന ഒരു സാധനം നിങ്ങൾ എന്ത് ചെയ്യുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു. എക്സ്പെക്ട് ആണെങ്കിലോ ടു എക്സ്ക്ലൂഡ്, മാറ്റി നിർത്തുക. അക്സെപ്റ്റ് എന്ന് വെച്ചാൽ സ്വീകരിക്കുക, എക്സ്പെക്ട് എന്ന് വെച്ചാൽ മാറ്റി നിർത്തുക. എക്സെപ്റ്റ്, എക്സെപ്റ്റ് EXCEPT, അത് മാറ്റി നിർത്തുക, ടു എക്സ്ക്ലൂഡ്. ആ ഒരു ഡിഫറൻസ് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ പ്രപ്പോസിഷൻ ബട്ട് നോട്ട് ആൻഡ് എവറിത്തിങ് ബട്ട്. ഈ എക്സെപ്റ്റ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ഒരു പ്രപ്പോസിഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് നോട്ട് അല്ലെങ്കിൽ എവറിത്തിങ് ബട്ട് എന്നൊരു മീനിങ്ങിൽ യൂസ് ചെയ്യാറുണ്ട്. അതൊരു ചെറിയ ടിപ്പാണ്, അതൊരു എക്സ്ട്രാ ടിപ്പായിട്ട് വെച്ചോളൂ. നമുക്ക് 2 സെന്റൻസ് നോക്കാം. ഷീ അക്സെപ്റ്റഡ് മൈ ഗിഫ്റ്റ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. അവൾ എൻ്റെ സമ്മാനം വളരെ സന്തോഷത്തോടെ, വളരെ നന്ദിയോടെ സ്വീകരിച്ചു. ഹി വാസ് എക്സെപ്റ്റഡ് ഫ്രം ദ മീറ്റിംഗ്. അവൻ എന്ത് ചെയ്തു, അവനെ മാറ്റി നിർത്തി, എക്സ്ക്ലൂഡ് ചെയ്തു. എവിടെ നിന്ന്? ഒരു മീറ്റിംഗിൽ നിന്ന്. അപ്പോൾ 2 വേർഡിന്റെ ഡിഫറൻസ് മനസ്സിലായല്ലോ, അക്സെപ്റ്റ് ആൻഡ് എക്സെപ്റ്റ്. ഇനി അഷ്യൂർ, എൻഷുർ. അഷ്യൂർ എന്ന് വെച്ചാൽ എന്താണ്? ടു ടെൽ സമ്മൺ ദാറ്റ് സംതിങ് ഈസ് ഡെഫിനറ്റ്ലി ട്രൂ, എസ്പെഷ്യലി സേ ദേ ഡു നോട്ട് വെറി. ഇപ്പോൾ ഒരു പരീക്ഷ കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ പറയും, നീ വിഷമിക്കൊന്നും വേണ്ട, നിനക്ക് നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ലേ, നന്നായിട്ട് നീ ചെയ്തില്ലേ, സോ നീ നന്നായിട്ട് മാർക്ക് വാങ്ങിച്ചാൽ ജയിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഡാൻസ്, എനിക്കൊരു ഡാൻസ് പ്രോഗ്രാം ഉണ്ട്. ഞാൻ ഡാൻസ് പ്രോഗ്രാം ചെയ്തു, എൻ്റെ ഫസ്റ്റ് ഡാൻസ് കഴിഞ്ഞു, സെക്കൻഡ് ഡാൻസിലേക്ക് പോവാണ്. അപ്പോഴേക്കും എൻ്റെ ഫ്രണ്ട് വന്നിട്ട് എന്നോട് പറയാണ്, നീ നന്നായിട്ട് ചെയ്തു, സോ എവിടെ കുറവുണ്ടോ ഇല്ലയോ, ബട്ട് എൻ്റെ ഉള്ളിലേക്ക് കോൺഫിഡൻസ് തരുവാണ്, നീ നന്നായിട്ട് ചെയ്തു, സോ ദാറ്റ് എനിക്ക് രണ്ടാമത്തതും അത്രയും അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റണം. സോ അതാണ് അഷുറൻസ്. അപ്പോൾ എൻഷുർ എന്ന് വെച്ചാൽ എന്താണ്? ടു മേക്ക് ഷുവർ ഇറ്റ് ഹാപ്പൻസ് ഓർ ടു ഗ്യാരണ്ടി ഇറ്റ്. അതായത് ഇപ്പോൾ ഒരാൾ ഭയങ്കര തണുപ്പത്ത് നിൽക്കുകയാണ്, അയാളുടെ തണുപ്പ് മാറണം. അപ്പോൾ ഞാൻ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് അയാൾക്ക് ഉപയോഗം ഉണ്ടാകും എന്ന് എനിക്ക് ഉറപ്പുള്ള ഒരു കാര്യമേ ഞാൻ കൊടുക്കത്തുള്ളൂ, അല്ലെ? അപ്പം അത്രയും തണുപ്പത്ത് നിൽക്കുന്ന ആൾക്ക് ഞാൻ എന്തുകൊണ്ട് കൊടുക്കും? ഒരു വാം ക്ലോത്ത് കൊണ്ട് കൊടുക്കും, സോ ദാറ്റ് ഐ നോ ഇറ്റ് വിൽ പ്രൊട്ടക്ട് ഹിം ഫ്രം ദി കോൾഡ്. സോ അതാണ് എൻഷുർ ചെയ്യുക, ഗ്യാരണ്ടി ചെയ്യുക. അഷുർ എന്ന് വെച്ചാൽ സമാധാനിപ്പിക്കുക എന്നുള്ള രീതിയാണ്. ഓക്കെ, കാവ്യ assured me that my performance was awesome. കാവ്യ എന്നോട് അഷുറൻസ് തന്നു, എടാ നീ നന്നായിട്ട് പെർഫോം ചെയ്തു, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്ന്. ഓക്കെ, ഇനി these clothes ensure that you will be warm enough. അപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് ഈ ക്ലോത്ത്സ് ഇട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും, നിനക്ക് നല്ല ചൂട് അല്ലെങ്കിൽ നിനക്ക് നല്ല വാം ആയിട്ട് ഫീൽ ചെയ്യും. സോ അഷുർ ആൻഡ് എൻഷുർ. അടുത്ത് നോക്കാം, ബെയർ അല്ലെങ്കിൽ ബിയർ. ബിയർ എന്ന് പറയുമ്പോൾ കരടിയാണെന്ന് മാത്രം വിചാരിക്കരുത്, ബിയറിന് വേറൊരു മീനിങ്ങും ഉണ്ട്. ബെയറിന്റെ അർത്ഥം എന്താണ്? ടു അൺകവർ സംതിങ് ഓർ ഷോ ഇറ്റ് ആൻഡ് ഷോ ഇറ്റ്. അതായത് ഒരു കാര്യം തുറന്ന് കാട്ടുക. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു സൂവിൽ പോകുമ്പം അവിടുത്തെ സിംഹവും പുലിയും ഒക്കെ അലറുന്ന സമയത്ത് അവരുടെ പല്ല് നമുക്ക് പുറത്തേക്ക് കാണാൻ പറ്റും, അല്ലെ? അവർ ആ പല്ലാണ് തുറന്ന് കാണിക്കുന്നത്. അതുപോലെ ബിയർ എന്ന് പറയുമ്പോൾ എന്താണ്? ടു ഡീൽ വിത്ത് പെയിൻഫുൾ ഡിഫിക്കൾട്ട് സിറ്റുവേഷൻസ്. നമുക്ക് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള, ഭയങ്കര അപ്സെറ്റിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഡീൽ ചെയ്യുന്നതിന് നമുക്ക് എന്ത് പറയാം? ബിയർ ചെയ്യാന്ന് പറയാം. ഇതേ സാധനം ബിയറിങ്ങിന്റെ തന്നെ ING ഫോമിൽ നമുക്ക് മലയാളത്തിൽ വഹിക്കുക എന്ന് പറയും. അതായത് ദ ഗസ്റ്റ് അറൈവ്ഡ് ബെയറിംഗ് ഗിഫ്റ്റ്സ്. ഗിഫ്റ്റുകളും കൊണ്ടാണ് ആര് വന്നത്? ഗസ്റ്റ് വന്നത്. ദ ലയൺ ബെയർഡ് ഹിസ് ടീത്ത്. ലയൺ എന്ത് ചെയ്തു? തന്റെ പല്ല് മുഴുവൻ തുറന്നു കാണിച്ചു. സോ ഡിഫറൻസ് അല്ലേ ബെയർ ആൻഡ് ബിയർ. ഇനി അടുത്ത് നോക്കിയേ, ബീൻ ടു ആൻഡ് ഗോൺ ടു. ബീൻ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റഡ് വിസിറ്റ് ആണ്. ഞാനൊരു കാര്യം പോയി ചെയ്തു അല്ലെങ്കിൽ ഒരു കാര്യം
സ്ഥലത്തേക്ക് പോയി, ഒരു കാര്യം ചെയ്യാനായിട്ട് ഒരു സ്ഥലത്തേക്ക് പോയി, അതിനായിട്ട് ഞാൻ തിരിച്ചെത്തി. അതാണ് അവിടെയാണ് നമ്മൾ ബീൻ ടു ഉപയോഗിക്കുക. പക്ഷെ ഗോൺ ടു ആണെങ്കിൽ ഞാൻ പോയി പക്ഷെ ഞാൻ തിരിച്ചെത്തിയോ ഇല്ലയോ നമുക്ക് അറിയില്ല, അൺഫിനിഷ്ഡ് വിസിറ്റ് ആയിരിക്കും. എക്സാമ്പിൾ നോക്കിയേ, അജയ് ഹാസ് ബീൻ ടു ദ സൂപ്പർ മാർക്കറ്റ് സോ ദ ഫ്രിഡ്ജ് ഇസ് ഫുൾ. അജയ് എന്ത് ചെയ്തു? രാവിലെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് അവൻ തിരിച്ചു വന്നു എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? അജയുടെ ഫ്രിഡ്ജ് നിറയെ സാധനങ്ങളാണ്, അതായത് ഫ്രിഡ്ജ് ഫുള്ളാണ്. അപ്പൊ അതിനർത്ഥം എന്താണ്? അവൻ പോയി തിരിച്ചു വന്ന് സാധനങ്ങളെല്ലാം വച്ചു. സോ ആ വിസിറ്റ് എന്തായി? അവിടെ കംപ്ലീറ്റ് ആയി. അപ്പൊ നമുക്കവിടെ എന്ത് യൂസ് ചെയ്യാം? ബീൻ ടു യൂസ് ചെയ്യാം. അടുത്തതാണെങ്കിലോ, ബാലൻ ഹാഡ് ഗോൺ ടു ദ ജിം സോ ഹി ഡിഡ്ന്റ് സീ ദ ഫയർ ഇൻ കിച്ചൺ. അതായത് ബാലൻ എന്ത് ചെയ്തു? ജിമ്മിലേക്ക് പോയിരുന്നത് കൊണ്ട് അടുക്കളയിൽ ഉണ്ടായ തീപിടുത്തം അവൻ കണ്ടില്ല. അതിനർത്ഥം എന്താണ്? അടുക്കളയിൽ തീ പിടിച്ചപ്പോൾ ബാലൻ എന്തായിട്ടില്ല? തിരിച്ച് അടുക്കളയിലേക്ക് എത്തിയിട്ടില്ല. സോ അവന്റെ വിസിറ്റ് എന്താണ്? അവിടെ അൺഫിനിഷ്ഡ് ആണ്. സോ അൺഫിനിഷ്ഡ് ആയിട്ടുള്ള വിസിറ്റ് നമ്മൾ എന്ത് ഉപയോഗിക്കും? ഗോൺ ടു ഉപയോഗിക്കും. മനസ്സിലായോ? അടുത്തയിലേക്ക് പോകാം. കൺഫേം ആൻഡ് കൺഫേം. കൺഫേം എന്ന് വെച്ചാൽ എന്ത് ചെയ്യാണ്? ടു ഒബേ എ ലോ ഓർ റൂൾ ഓർ ടു അക്സെപ്റ്റ് സമ്മൺസ് അതോറിറ്റി. ഒരു ലോ ഒബേ ചെയ്യുക അല്ലെങ്കിൽ ഒരു റൂൾ ഒബേ ചെയ്യുക, ഒരാളുടെ അതോറിറ്റി അക്സെപ്റ്റ് ചെയ്യുന്നതിനൊക്കെ നമ്മൾ കൺഫേം എന്ന് പറയും. ഇനി കൺഫേം എന്ന് വെച്ചാൽ എന്താണ്? ടു ഷോ ദാറ്റ് സംതിങ് ഈസ് ഡെഫിനറ്റ്ലി ട്രൂ എസ്പെഷ്യലി ബൈ പ്രൊവൈഡിങ് മോർ പ്രൂഫ്. ഒരു കാര്യം സത്യമാണെന്ന്, ആ സത്യമാണെന്ന് കാണിക്കാനുള്ള കുറച്ച് പ്രൂഫ് കൂടെ ചേർത്ത് കൊടുക്കുന്നതാണ് നമ്മൾ കൺഫേം എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കാം. When he was in the military, he conformed to the strict rules. അതെന്താണ്? അവൻ മിലിറ്ററിയിൽ ആയിരുന്ന സമയത്ത് അവൻ അവിടുത്തെ നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് എല്ലാം പാലിച്ചിരുന്നു, അവൻ ഒബേ ചെയ്തിരുന്നു എന്നാണ് കൺഫേംഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത് നോക്കിയേ, ടു കൺഫേം മൈ ഡിസീസ് ഐ നീഡ് ടു ഡു സം ബ്ലഡ് ടെസ്റ്റ്. ഇപ്പം നമ്മളൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി, ഡോക്ടർ എന്താ ചെയ്യുന്നത്? കുറെ ടെസ്റ്റിന് എഴുതി തരും. അപ്പൊ നമ്മളൊരു എന്തിന് ഇത്രയും ടെസ്റ്റ് ചെയ്യുന്നത്? ബിക്കോസ് ഡോക്ടറിന് കൺഫേം ചെയ്യണം നമ്മൾക്ക് ഈ അസുഖം ഉണ്ടോ ഇല്ലയോ എന്ന്. അതിനുള്ള പ്രൂഫാണ് എന്ത്? ഈ ബ്ലഡ് ടെസ്റ്റുകൾ. അപ്പൊ കൺഫേം എന്തിനാണ്? ഒരു കാര്യം സത്യമാണെന്ന് ഒരു പ്രൂഫോടെ തെളിയിക്കുമ്പോൾ നമ്മൾ അവിടെ കൺഫേം ഉപയോഗിക്കുക. ഒരാളെയോ ഒരാളുടെ അതോറിറ്റിയോ അക്സെപ്റ്റ് ചെയ്യുമ്പോഴും ഒബേ ചെയ്യുമ്പോൾ, റൂൾസിനെയൊക്കെ ഒബേ ചെയ്യുമ്പോഴും നമ്മൾ കൺഫേം ഉപയോഗിക്കും. ഒന്നിൽ ഓയും ഒന്നിൽ ഐയും ആണ്. ഡിഫറൻസ് മനസ്സിലായില്ലേ? അടുത്തയിലേക്ക് പോവാം. ഡിനൈ അല്ലെങ്കിൽ റെഫ്യൂസ്. ഡിനൈ എന്ന് വെച്ചാൽ ടു ഡിനൈ ഈസ് ടു സേ ദാറ്റ് സംതിങ് ഈസ് നോട്ട് ട്രൂ എസ്പെഷ്യലി സംതിങ് ദാറ്റ് യു ആർ അക്യൂസ്ഡ് ഓഫ്. നിങ്ങളെ കുറ്റപ്പെടുത്തിയ ഒരു കാര്യം സത്യമല്ല എന്ന് നിങ്ങൾ പറയുന്നതിനെയാണ് ഡിനൈ ചെയ്യുക എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ പറയുന്നത്, നീ ആ സാധനം ഇന്നലെ എടുത്തില്ലേ? ഇല്ല, ഞാൻ എടുത്തിട്ടില്ല, അത് സത്യമല്ല എന്ന് പറയുമ്പോൾ ഞാനത് ഡിനൈ ചെയ്യുകയാണ്. റെഫ്യൂസ് എന്ന് വെച്ചാൽ എന്താണ്? ഈസ് ടു സേ ദാറ്റ് യു വിൽ നോട്ട് ഡു ഓർ അക്സെപ്റ്റ് സംതിങ്. നീ ഇന്ന് എനിക്ക് എൻ്റെ ഹോംവർക്ക് എഴുതരോ? പറ്റില്ല, ഞാൻ റെഫ്യൂസ് ചെയ്യാണ്. അല്ലെങ്കിൽ ഇത് നിനക്കൊരു ഗിഫ്റ്റ് ഞാൻ കൊണ്ടുവന്നിരിക്കുകയാണ്, എനിക്ക് വേണ്ട. സോ ഒരു ഗിഫ്റ്റ് തരുമ്പോൾ അത് വേണ്ട എന്ന് പറയുക, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ അവിടെ എന്ത് യൂസ് ചെയ്യണം? റെഫ്യൂസ് യൂസ് ചെയ്യണം. എന്നാൽ മറ്റേ സ്ഥലത്ത് എന്താണ്? സംതിങ് ഈസ് നോട്ട് ട്രൂ, അതായത് എന്തെങ്കിലും ട്രൂ അല്ല, അല്ലെങ്കിൽ എന്നെ മേൽ ചാരിയ കുറ്റമൊന്നും സത്യമല്ലെങ്കിൽ എനിക്കത് എന്ത് ചെയ്യാം? ഡിനൈ ചെയ്യാം. ഹി ഡിനൈഡ് ദാറ്റ് ഹി വാസ് ഗിൽറ്റി. താൻ ചെയ്ത കുറ്റങ്ങളിൽ താൻ തെറ്റുകാരൻ, അല്ലെങ്കിൽ ഞാൻ ഗിൽറ്റി അല്ല, ഹി ഈസ് ഡിനൈയിങ് ദാറ്റ്. ഓക്കെ, ഞാൻ സമ്മതിച്ചു കൊടുക്കുന്നില്ല. ദ പേഴ്സൺ ഈസ് നോട്ട് ലെറ്റിംഗ് ഇറ്റ് ടു ബി ട്രൂ. അത് സത്യമാണെന്ന് അയാൾ എന്ത് ചെയ്യുന്നില്ല? അവിടെ സമ്മതിക്കുന്നില്ല. ഹി റെഫ്യൂസ് ടു അക്സെപ്റ്റ് ദ ഗിഫ്റ്റ്. ഞാൻ കൊടുത്ത ഗിഫ്റ്റ് എന്ത് ചെയ്തില്ല? ആള് സ്വീകരിച്ചില്ല. സോ ദ വേർഡ് ഇസ് ഡിനൈ ആൻഡ് റെഫ്യൂസ്. അടുത്ത നോക്കിയേ, ഡിസ്കവർ ആൻഡ് ഇൻവെന്റ്. അപ്പോൾ ഡിസ്കവറും ഇൻവെന്റും ആക്ച്വലി നമുക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാം ഒക്കെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരുപാട് പുതിയ സ്ഥലങ്ങളൊക്കെ ആളുകൾ കണ്ടുപിടിക്കുമെന്ന് തോന്നുന്നു. ഇപ്പോൾ എന്താ പറയുക, പുതിയൊരു വെള്ളച്ചാട്ടം കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ പുതിയൊരു പീക്ക്, ഒരു കുന്ന് കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ പുതിയൊരു ഇപ്പോൾ ഞാൻ റീസെൻ്റ് ആയിട്ട് കണ്ടൊരു ഇൻസ്റ്റാഗ്രാം റീൽ ഞാൻ ഷെയർ ചെയ്യാം. ട്രിവാൻഡ്രത്ത് പൊന്മുടി എന്ന് പറഞ്ഞ ഒരു മലനിരയുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ആർക്കും അറിയാത്ത, ആരും ഇതുവരെ പോവാത്ത വേറൊരു പീക്ക് കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ അവിടെ ആളുകൾ പോയി തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു റീൽ കണ്ടു. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു പൊന്മുടി അല്ലാതെ അവിടെ അതിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന്. സോ അതൊരു ഡിസ്കവറിയാണ് അല്ലേ? അതായത് ഓൾറെഡി ഉണ്ടായിരുന്ന പക്ഷെ ആർക്കും അറിയാത്തൊരു കാര്യം പുറത്തേക്ക് കൊണ്ടുവരുന്നു. അതാണ് ഡിസ്കവർ. നോക്കിക്കേ, is the action of finding something new or previously unknown. മുൻപ് ആർക്കും അറിയാത്തൊരു കാര്യം പുറത്തേക്ക് കൊണ്ടുവരിക. ഓക്കെ, ദെൻ ടു ക്രിയേറ്റ്, ഡിസൈൻ ഓർ ഡെവലപ്പ് സംതിങ് ദാറ്റ് ഹാസ് നെവർ എക്സിസ്റ്റഡ്. ഇൻവെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇതുവരെയും നമ്മുടെ ഭൂമിയിൽ ഉണ്ടാവാത്ത അല്ലെങ്കിൽ ഇല്ലാത്ത ഒരു സാധനം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻവെന്റ് ചെയ്യുന്നു, ഉണ്ടാക്കുന്നു. ഓക്കെ, The planet Pluto was discovered in 1930. അപ്പോൾ 1930ലാണ് നമ്മൾ പ്ലാനറ്റ് പ്ലൂട്ടോ ഡിസ്കവർ ചെയ്യുന്നത്. അതിന് മുന്നേ പ്ലൂട്ടോ അവിടെ എവിടെ ഉണ്ട്? സ്പേസിലുണ്ട്. പക്ഷെ നമ്മൾ ഡിസ്കവർ ചെയ്യുന്നത് എപ്പോഴാണ്? 1930ലാണ്. പക്ഷേ അലക്സാണ്ടർ ഗ്രഹാം ബെൽ ഇൻവെന്റഡ് ദ ടെലിഫോൺ ഇൻ 1876. അതുവരെ നമുക്ക് എന്തില്ല? ടെലിഫോൺ എന്താണെന്നോ ഒന്നും നമുക്കറിയില്ല. ഇപ്പൊ നമുക്ക് അറിഞ്ഞുകൂടാത്ത മൊബൈൽ ബ്രാൻഡുകളില്ല, എല്ലാ ബ്രാൻഡുകളുടെ പേര് നമുക്കറിയാം അല്ലേ? സോ
അലക്സാണ്ടർ ഗ്രഹാം ബെൽ കാരണമാണ് ടെലിഫോൺ എന്നൊരു സാധനം വന്നത്. കാരണം അതുവരെ ഇല്ലാതിരുന്ന ഒരു കാര്യം സ്വയമേവ ഇൻവെന്റ് ചെയ്തെടുത്ത ആരാണ്? അലക്സാണ്ടർ ഗ്രഹാം ബെൽ ആണ്. ഓക്കെ, സോ ഇൻവെന്റ് എന്ന് വെച്ചാൽ എക്സിസ്റ്റ് ചെയ്യാത്തൊരു കാര്യം എക്സിസ്റ്റൻസിലേക്ക് കൊണ്ടുവരുന്നു. ഡിസ്കവർ എന്ന് വെച്ചാൽ ആർക്കും അറിയാതെ നമ്മുടെ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു കാര്യം നമ്മൾ എല്ലാവരെയും അറിയിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഓക്കെ, നോക്കിക്കേ, ഇംപ്ലൈ ആൻഡ് ഇൻഫർ, ഇത് നല്ല രസമുള്ള ഏരിയ കേട്ടോ. ഇംപ്ലൈ എന്ന് വെച്ചാൽ എന്താ? ടു സജസ്റ്റ് സംതിങ് വിത്തൗട്ട് ആക്ച്വലി മീനിങ് ഇറ്റ്. എന്താണെന്ന് പറയാതെ ഒരു കാര്യം പറയുമ്പോൾ അത് ഇംപ്ലൈ, പറയാതെ പറയുന്ന കാര്യം ഇംപ്ലൈ. ഇൻഫർ ആണെങ്കിലോ ടു ഫോം ആൻ ഒപ്പീനിയൻ ഓർ ഗസ് ബിക്കോസ് ഓഫ് ദ ഇൻഫർമേഷൻ ദാറ്റ് യു ഹാവ്. നിങ്ങൾക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ വെച്ച് നിങ്ങൾ തന്നെ ഗസ് ചെയ്യാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് നിങ്ങളുടേതായ രീതിയിൽ. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പീക്കർക്കാണ് എപ്പോഴും ഇംപ്ലൈ ചെയ്യാൻ പറ്റുക. ഇപ്പം എനിക്കിവിടെ വന്നിട്ട് പറയാതെ കാര്യങ്ങൾ പറയാം, അപ്പോൾ ലിസണറായ നിങ്ങളാണ് അതിൽ നിന്നും എന്താണ് ഒപ്പീനിയൻ അല്ലെങ്കിൽ എന്താണ് ഞാൻ പറഞ്ഞ ഇൻഫർമേഷൻ എന്ന് ഗസ് ചെയ്തെടുക്കേണ്ടത് അല്ലേ? സോ ദാറ്റ് ഈസ് ഇൻഫർ. അപ്പോൾ ഒരു വ്യത്യസ്തമായ എക്സാമ്പിൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. വ്യത്യസ്തമല്ല, വളരെ പരിചിതമായ ഒരു എക്സാമ്പിൾ. ഹിസ് ബോസ് ഇംപ്ലൈഡ് ദാറ്റ് ഹി വാസ് ഗോയിങ് ടു ഫയർ ഹിം. പറയാതെ തന്നെ ബോസ് പറയാണ്, നിന്നെ മിക്കവാറും ഞാൻ ഉടനെ എന്ത് ചെയ്യും, ഇവിടെ നിന്നെടുത്ത് മാറ്റും. സോ ദാറ്റ് ഹി ഈസ് നോട്ട് ടെല്ലിങ് ഹിം ടു ദ സ്ട്രേറ്റ് ആയിട്ട് ടു ദ ഫേസ് പറയുകയല്ല, നിന്നെ ഞാൻ നാളെ ഫയർ ചെയ്യുന്നു, പക്ഷെ പറയാതെ തന്നെ പറയുന്നു. അതാണ് ഇംപ്ലൈ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇൻഫർ ആണെങ്കിലോ, when his boss calls him, he infers from his angry tone that he is in trouble. എൻ്റെ ബോസ് എന്നെ വിളിക്കുകയാണ്, നല്ല ദേഷ്യത്തിലാണ്. അപ്പോൾ സൗണ്ട് കേൾക്കുമ്പോൾ എനിക്കറിയാം, ഓക്കേ എനിക്കെന്തോ പണി വരുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലാവും. പുള്ളിക്കാരൻ അങ്ങനെ പറഞ്ഞോ നിനക്ക് പണി വരുന്നുണ്ടെന്ന്? ഇല്ല, പക്ഷെ എനിക്കങ്ങനെ മനസ്സിലായി. ഞാൻ ഇൻഫർ ചെയ്യാണ്, പുള്ളിക്കാരൻ്റെ ആ ആംഗ്രി ടോണിൽ നിന്ന് ഞാൻ ഇൻഫർ ചെയ്യാണ്, ഞാൻ ഗസ് ചെയ്യാണ് ദാറ്റ് ഓ മൈ ഗോഡ് ഐ ആം ഇൻ ട്രബിൾ. സോ ഇൻഫർ ഒരു ലിസണർ ചെയ്യുന്നതും ഇംപ്ലൈ ഒരു സ്പീക്കർ ചെയ്യുന്നതും ആയിരിക്കും. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ലാസ്റ്റ് വേർഡിലേക്ക് പോവാം. ലേൺ ആൻഡ് സ്റ്റഡി. ഓക്കെ, ലേൺ ആൻഡ് സ്റ്റഡി നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും അല്ലേ? അപ്പോൾ നിങ്ങൾ ലേൺ സ്റ്റഡിക്കും ഒക്കെ വ്യത്യസ്തമായ മീനിങ് ഉണ്ടോ? രണ്ടും ഒന്നല്ലേ? പഠിക്കുക അല്ല, രണ്ടും രണ്ട് യൂസേജ് ആണ്. ലേൺ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പറഞ്ഞു തരുന്നു, നിങ്ങളത് കേട്ടുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളിപ്പോൾ അത് ലേൺ ചെയ്യുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്നതാവാം അറിയാത്തതാവാം, പക്ഷെ നിങ്ങൾ കേട്ടിരുന്ന് അത് മനസ്സിലാക്കിയെടുത്ത് നിങ്ങളുടെ പ്രാക്ടിക്കലി നിങ്ങളുടെ സ്കിൽ സെറ്റ് വളർത്താൻ ശ്രമിക്കുമ്പോൾ അതെന്തായി? ലേണിംഗ് ആയി. ഇനി നിങ്ങൾ ഈ ഇന്ന് കേൾക്കുന്ന കാര്യങ്ങൾ, പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊരു പേപ്പറിൽ എഴുതി വെക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ് നാളെയോ ഇന്ന് ഈവനിങ്ങോ ഇരുന്നിട്ട് എന്ത് ചെയ്യാണ്? ഇരുന്ന് പഠിക്കുകയാണ്. ഓക്കെ, ഈവനിങ്ങോ മോർണിംഗോ ആഫ്റ്റർനൂണോ എപ്പോഴായാലും നിങ്ങൾ ഇരുന്ന് പഠിക്കുകയാണ്. ആ സമയത്ത് നിങ്ങൾ എന്താ ചെയ്യണം? ഇത് റിവൈസ് ചെയ്യണം, ആ തിയറട്ടിക്കൽ നോളജിന് നിങ്ങൾ പഠിക്കുകയാണ്. അപ്പോൾ അത് സ്റ്റഡിയിങ് ആയി. ലേണിംഗ് ഈസ് സംതിങ് ഞാനിങ്ങനെ പറഞ്ഞു തരുമ്പോൾ കേട്ട് മനസ്സിലാക്കി നിങ്ങളുടെ സ്കിൽ സെറ്റ് വർദ്ധിപ്പിക്കുന്നത്. ആ പഠിച്ചെടുത്ത കാര്യങ്ങൾ വീണ്ടും പ്രാക്ടീസ് ചെയ്ത് തിയറട്ടിക്കൽ നോളജ് അറ്റൈൻ ചെയ്യുന്നത് നമ്മൾ സ്റ്റഡി എന്ന് പറയും. നോക്കിക്കേ, ലേൺ മീൻസ് ടു ഗെറ്റ് നോളജ് ഓർ സ്കിൽസ് ബൈ സ്റ്റഡിയിങ് ത്രൂ എക്സ്പീരിയൻസ് ഓർ ബൈ ഹാവിംഗ് സമ്മൺ ടു ടീച്ച് യു. മോസ്റ്റ്ലി വി യൂസ് ഇറ്റ് വിത്ത് പ്രാക്ടിക്കൽ സ്കിൽ സെറ്റ്. നമ്മൾ എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്ത് പുതുതായിട്ട് എക്സ്പീരിയൻസ് എടുക്കുന്ന കാര്യങ്ങളോ ഒരാൾ വന്ന് പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങളോ ഒക്കെ നമ്മുടെ പ്രാക്ടിക്കൽ സ്കിൽ സെറ്റിനെ വളർത്തുകയാണെങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് പറയാം? ലേൺ എന്ന് പറയാം. സ്റ്റഡി ആണെങ്കിലോ means spending time learning about an academic subject, especially using book. It is about getting theoretical knowledge. Already നമ്മൾ എഴുതി ഉണ്ടാക്കി വെച്ച അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഒരു ബുക്കിൽ നിന്ന് പഠിക്കുകയാണെങ്കിൽ അത് നമ്മുടെ തിയറട്ടിക്കൽ നോളജ് വർദ്ധിപ്പിക്കാനാണ്. അവിടെ നമുക്ക് എന്ത് പറയാം? അവിടെ നമ്മൾ സ്റ്റഡി ചെയ്യുകയാണെന്ന് പറയാം. My sister is learning to play piano. എൻ്റെ സിസ്റ്റർ എന്ത് ചെയ്യാണ്? പിയാനോ വായിക്കാൻ പഠിക്കുകയാണ്. അത് ഒരാളുടെ അടുത്ത് നമ്മളിങ്ങനെ പഠിക്കുന്നതേ ഉള്ളൂ, അവൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അത് അവൾക്ക് സ്റ്റഡി ആവുന്ന എപ്പോഴാണ്? ആ ആൾ പറഞ്ഞു കൊടുക്കുന്ന ആളില്ലാതെ അവളത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതെന്തായി? അല്ലെങ്കിൽ അവളതിൻ്റെ നോട്ട്സ് എഴുതിയെടുക്കുമ്പോൾ അതെന്തായി? സ്റ്റഡി ആയി. ഇനി സ്റ്റുഡൻറ് ഹാവ് ടു സ്റ്റഡി വെരി ഹാർഡ് ടു പാസ് ദി എക്സാം. ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളിപ്പോൾ ഞാൻ തരുന്ന ക്ലാസ്സുകൾ ലേൺ ചെയ്താൽ മാത്രം പോരാ, അത് നന്നായിട്ട് റിവൈസ് ചെയ്യണം, നന്നായിട്ട് സ്റ്റഡി ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നിങ്ങളുടെ എക്സാംസ് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ സ്റ്റുഡൻസ് ഹാവ് ടു സ്റ്റഡി വെരി ഹാർഡ് ടു പാസ് ദി എക്സാം. സോ ഇന്ന് പഠിപ്പിച്ച വാക്കുകളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്നുകൂടെ നമുക്ക് ഒരു റീക്യാപ്പ് പോലെ നോക്കാം. ഏതൊക്കെ വേർഡ്സാണ് നമ്മളിന്ന് പഠിച്ചു വന്നത്? അക്സെപ്റ്റ്, എക്സെപ്റ്റ്, അഷ്യൂർ, എൻഷ്യൂർ, പിന്നെ ബെയർ, ബെയർ, ബീൻ ടു, ഗോൺ ടു, കൺഫേം, കൺഫേം, ഡിനൈ, റെഫ്യൂസ്, ഡിസ്കവർ, ഇൻവെന്റ്, ഇംപ്ലൈ, ഇൻഫർ, ലേൺ ആൻഡ് സ്റ്റഡി. ഇത്രയും വാക്കുകൾ നമ്മളിന്ന് പഠിച്ചിട്ടുണ്ട്.
എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുന്ന ആൾക്കും സെന്റൻസിൽ എറർ ഡിറ്റക്ഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഇങ്ങനത്തെ വാക്കുകൾ അറിയാമെങ്കിൽ നമ്മളവിടെ ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ വേർഡുകൾ ആഡ് ചെയ്യുക, ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഇപ്പോൾ ഏത് വേർഡാണ്, ലേൺ ആണോ സ്റ്റഡി ആണോ, രണ്ടും ഓപ്ഷനിലുണ്ട്. ഏത് ആഡ് ചെയ്യണം, ഇങ്ങനെയുള്ള ഡൗട്ടുകളൊക്കെ ഉണ്ടാവുമ്പോൾ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സ്മാർട്ടായിട്ട് ചെറുതാക്കിയാണ് നിങ്ങൾക്ക് തരുന്നത്. സോ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും നന്നായിട്ട് കാണാം, നന്നായിട്ട് പഠിക്കുക. ബി റെഡി ഫോർ ദ നെക്സ്റ്റ് സെഷൻ. സീ യു ടിൽ ദെൻ, ബൈ.